നമസ്കാരം, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നോക്കിക്കൊണ്ടിരുന്നത് യൂറോപ്യന്മാരുടെ ആഗമനങ്ങളെക്കുറിച്ചാണ്. ഇന്നലെ പോർച്ചുഗീസുകാരെ കുറിച്ച് നോക്കി. ഇന്ന് നമ്മൾ നോക്കുന്നത് ഡച്ചുകാരെ കുറിച്ചാണ്. ഡച്ചുകാരുമായി ബന്ധപ്പെട്ട് കുറേ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും ആദ്യം നോക്കാം. ഇന്ത്യയിലേക്ക് എത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി എന്നറിയപ്പെടുന്നതാണ് ഡച്ചുകാർ. ഇന്ത്യയിലേക്ക് എത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നതും ഡച്ചുകാരാണ്. ലന്തക്കാർ എന്നറിയപ്പെടുന്നത് ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. ഡച്ചുകാർ ഇന്ത്യയിൽ വന്ന വർഷം AD 1595. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തകയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. അതിൻ്റെ പേരാണ് യുണൈറ്റഡ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇന്ത്യയിലേക്ക് എത്തിയ രണ്ടാമത്തെ യൂറോപ്യൻ ശക്തി ഡച്ചുകാർ. ലന്തക്കാർ എന്നറിയപ്പെടുന്നതും ഡച്ചുകാരാണ്. ഇന്ത്യയിൽ നിന്നും ആദ്യം തിരിച്ചുപോയ യൂറോപ്യൻ ശക്തി എന്ന് പറയുന്നതും ഡച്ചുകാരാണ്. ഇന്ത്യയിൽ വന്ന വർഷം AD 1595. പോർച്ചുഗീസുകാരുടെ കച്ചവട കുത്തയെ വെല്ലുവിളിച്ചുകൊണ്ട് കേരളവുമായി വാണിജ്യബന്ധം സ്ഥാപിച്ച യൂറോപ്പിലെ പ്രൊട്ടസ്റ്റന്റ് ജനതയാണ് ഡച്ചുകാർ. ഇന്ത്യയിൽ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിതമായ വർഷം 1602. ഡച്ച് കപ്പൽ വ്യൂഹം കേരളത്തിൽ എത്തിയത് 1604. ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് എവിടെയാണ്? മസൂലിപട്ടണം 1605. കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാൻഡർ ഹോഗ് ഡച്ച് അഡ്മിറലായിരുന്നു. സ്റ്റീവൻ വാൻഡർ ഹോഗ് സാമൂതിരിയുമായി ചേറ്റുവ ഉടമ്പടി ഉണ്ടാക്കിയ വർഷം 1604 നവംബർ 11. ഡച്ചുകാരെ ആരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്? പോർച്ചുഗീസുകാർ. ഡച്ച് കപ്പൽ വ്യൂഹം കേരളത്തിലെത്തിയത് 1604. ഇന്ത്യയിലെ ഡച്ചുകാരുടെ ആദ്യത്തെ ഫാക്ടറി സ്ഥാപിച്ചത് മസൂലിപട്ടണത്തിൽ 1605. കോഴിക്കോട് സാമൂതിരിയുമായി ഉടമ്പടി ഉണ്ടാക്കിയ ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി സ്റ്റീവൻ വാൻഡർ ഹോഗ് സാമൂതിരിയുമായി ചേറ്റുവ ഉടമ്പടി ഉണ്ടാക്കിയ വർഷം 1604 നവംബർ 11. ഡച്ചുകാർ പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയാണ് കൊല്ലം പിടിച്ചെടുത്തത്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻ ഗൂൺസ്. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻ ഗൂൺസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം 1658 ഡിസംബർ 29. അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായി ഒരു കരാർ ഉണ്ടാക്കിയത് 1659 ജനുവരി 7. ഈ കരാർ പ്രകാരം കൊല്ലം നഗരവും പോർച്ചുഗീസുകാരുടെ തോട്ടങ്ങളും വസ്തുവകകളും റാണി ഡച്ചുകാർക്ക് വിട്ടുകൊടുത്തു. 1661 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. അഡ്മിറൽ വാൻഡർ മേഡൻ്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ നിന്നും പിടിച്ചെടുത്ത വർഷം 1661. പിടിച്ചുകൊടുത്ത ഈ കോട്ട സാമൂതിരിക്ക് കൊടുത്തു. പോർച്ചുഗീസുകാരെ പരാജയപ്പെടുത്തിയ ഡച്ച് അഡ്മിറൽ വാൻ ഗൂൺസ്. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊല്ലം കോട്ട പിടിച്ചെടുത്ത വർഷം 1658 ഡിസംബർ 29. അഡ്മിറൽ വാൻ ഗൂൺസ് കൊല്ലം റാണിയുമായി കരാർ ഉണ്ടാക്കിയ വർഷം 1659 ജനുവരി 7. അതുപോലെ 1661 ഡച്ചുകാരും സാമൂതിരിയും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് അഴീക്കോട് സന്ധി. അഡ്മിറൽ വാൻഡർ മേഡൻ്റെ നേതൃത്വത്തിൽ ഒരു ഡച്ച് നാവിക സൈന്യം പള്ളിപ്പുറം കോട്ട പോർച്ചുഗീസുകാരിൽ പിടിച്ചെടുത്ത വർഷം 1661. പിടിച്ചെടുത്ത ഈ കോട്ട സാമൂതിരിക്ക് കൊടുത്തു. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. ഡച്ചുകാർ പോർച്ചുഗീസുകാരിൽ നിന്നും കണ്ണൂർ കോട്ട പിടിച്ചെടുത്ത വർഷം 1663 ഫെബ്രുവരിയിൽ. ഡച്ചുകാരുടെ കൊല്ലത്തെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങളായിരുന്നു കൊല്ലം, കൊച്ചി. ബാറ്റിൽ ഓഫ് ബേന്തര ആരെല്ലാം തമ്മിലായിരുന്നു? ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ. AD 1759. 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം.
ഡച്ചുകാർ കൊച്ചി പിടിച്ചെടുത്ത വർഷം 1663. അതുപോലെ കണ്ണൂർ കോട്ടയും 1663 ഫെബ്രുവരിയിൽ പിടിച്ചെടുത്തു. ഡച്ചുകാരുടെ കേരളത്തിലെ പ്രധാന വാണിജ്യ കേന്ദ്രങ്ങൾ കൊല്ലവും കൊച്ചിയുമായിരുന്നു. ബാറ്റിൽ ഓഫ് ബാന്ദ്ര ആരെല്ലാം തമ്മിലായിരുന്നു? ഡച്ചുകാരും ഇംഗ്ലീഷുകാരും തമ്മിൽ. 1741 ഓഗസ്റ്റ് 10 ഡച്ചുകാരും മാർത്താണ്ഡവർമ്മയും തമ്മിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. കുളച്ചൽ യുദ്ധസമയത്ത് മാർത്താണ്ഡവർമ്മയ്ക്ക് മുന്നിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ്. തിരുവിതാംകൂറിൻ്റെ വലിയ കപ്പിത്താൻ എന്നറിയപ്പെടുന്ന ഡച്ച് സൈന്യാധിപനാണ് ഡിലനോയ്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ച ഭരണാധികാരി വീരരവിവർമ്മ വേണാട് രാജാവായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവാണ് മാർത്താണ്ഡവർമ്മ. അപ്പോൾ കുളച്ചൽ യുദ്ധത്തിൽ മാർത്താണ്ഡവർമ്മയ്ക്ക് മുൻപിൽ കീഴടങ്ങിയ ഡച്ച് സൈന്യാധിപൻ ഡിലനോയ് വലിയ കപ്പിത്താൻ എന്നാണ് ഡിലനോയ് അറിയപ്പെട്ടിരുന്നത്. ഡിലനോയ് സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കന്യാകുമാരിയിലെ ഉദയഗിരി കോട്ടയിലാണ്. ഉദയഗിരി കോട്ട നിർമ്മിച്ചത് വീരരവിവർമ്മ. ചരിത്രത്തിൽ ആദ്യമായി ഒരു യൂറോപ്യൻ ശക്തിയെ പരാജയപ്പെടുത്തിയ ഏഷ്യയിലെ ആദ്യത്തെ രാജാവാണ് എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡവർമ്മ. 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധി മാവേലിക്കര സന്ധി. 1789 ധർമ്മരാജ എന്ന് പറഞ്ഞാൽ കാർത്തിക തിരുനാൾ രാമവർമ്മ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും. ഡച്ച് ഭരണത്തിൻ്റെ പതനം കുറച്ച യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. 1740 സെപ്റ്റംബറിൽ വടക്കങ്കൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവമുണ്ടാകില്ല എന്ന വ്യവസ്ഥയിൽ മേൽ ഉടമ്പടി ചെയ്തതാണ് ഡച്ചുകാർ. അതുപോലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാരാണ്. അതുപോലെ ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാരാണ്. ഇത് നമ്മൾ മാറിപ്പോകാൻ പാടില്ല. ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ, ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാർ. 1753 ഓഗസ്റ്റ് 15 മാർത്താണ്ഡവർമ്മയും ഡച്ചുകാരും തമ്മിൽ ഒപ്പുവെച്ച സന്ധിയാണ് മാവേലിക്കര സന്ധി. 1789 ധർമ്മരാജ ഡച്ചുകാരിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയ കോട്ടകളാണ് പള്ളിപ്പുറം കോട്ടയും കൊടുങ്ങല്ലൂർ കോട്ടയും. അതുപോലെ കുളച്ചൽ യുദ്ധമാണ് ഡച്ച് ഭരണത്തിൻ്റെ പതനം കുറിച്ച യുദ്ധം. 1740 സെപ്റ്റംബറിൽ വടക്കങ്കൂർ രാജാവുമായി ക്ഷേത്രങ്ങൾക്കും പശുക്കൾക്കും ഉപദ്രവമുണ്ടാകില്ല എന്ന വ്യവസ്ഥയിൽ മേൽ ഉടമ്പടി ചെയ്തത് ഡച്ചുകാരാണ്. അതുപോലെ ഡച്ച് കൊട്ടാരം പണി കഴിപ്പിച്ചത് പോർച്ചുഗീസുകാർ, ബോൾഗാട്ടി കൊട്ടാരം പണി കഴിപ്പിച്ചത് ഡച്ചുകാർ. അടുത്തതായി നമ്മൾ നോക്കുന്നത് ഡച്ചുകാരുടെ സംഭാവനകൾ, കോൺട്രിബ്യൂഷൻസ് നോക്കാം. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ എന്ന് പറയുന്നത് ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ. ഇന്ത്യയിൽ ഡച്ചുകാരുടെ പ്രധാന സംഭാവനകൾ ഉപ്പ് നിർമ്മാണം, ചായമുക്കൽ. കേരളത്തിൽ തെങ്ങ് കൃഷി ശാസ്ത്രീയമാക്കിയ വിദേശ ശക്തിയും ഡച്ചുകാരാണ്. ഡച്ചുകാർ. കുഷ്ഠരോഗികൾക്കായി ഡച്ചുകാർ ആശുപത്രി ആരംഭിച്ച പ്രദേശം പള്ളിപ്പുറം. 1744 കൊച്ചിയിൽ ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചതും ഡച്ചുകാരാണ്. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂർ, ഗുരുവായൂർ നിർമ്മിച്ച കോട്ടയാണ് ചേറ്റുവ കോട്ട 1714. ഡച്ചുകാരുടെ പ്രധാനപ്പെട്ട സംഭാവനകൾ ഉപ്പ് നിർമ്മാണം, അതുപോലെ ചായമുക്കൽ, അതുപോലെ തെങ്ങ് കൃഷി ശാസ്ത്രീയമാക്കി, അതുപോലെ കുഷ്ഠരോഗികൾക്കായി പള്ളിപ്പുറത്ത് ഒരാശുപത്രി നിർമ്മിച്ചു, ബോൾഗാട്ടി കൊട്ടാരം നിർമ്മിച്ചു. ഡച്ചുകാർ 18-ാം നൂറ്റാണ്ടിൽ ഇന്നത്തെ തൃശ്ശൂരിൽ നിർമ്മിച്ചൊരു കോട്ടയാണ് ചേറ്റുവ കോട്ട. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നതാണ് ഹോർത്തൂസ് മലബാറിക്കസ്. അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ നോക്കാം. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവനയാണ് ഹോർത്തൂസ് മലബാറിക്കസ് എന്ന വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിൻ. ഹോർത്തൂസ് മലബാറിക്കസിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ച്. കേരളാരാമം എന്നറിയപ്പെടുന്ന ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം 1678 to 1703. ഡച്ചുകാരുടെ ഏറ്റവും വലിയ സംഭാവന എന്ന് പറയുന്നത് ഹോർത്തൂസ് മലബാറിക്കസ് ആണ്. ആ വാക്കിനർത്ഥം മലബാറിൻ്റെ പൂന്തോട്ടം എന്നാണ്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച ഭാഷ ലാറ്റിനാണ്. അതിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മലബാറിലെ സസ്യജാലങ്ങളെക്കുറിച്ചാണ്. ഹോർത്തൂസ് മലബാറിക്കസ് അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കേരളാരാമം. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച കാലഘട്ടം എന്ന് പറയുന്നത് 1678 to 1703.
ഹോർത്തൂസ് മലബാറിക്കസിലെ ആകെ വാല്യങ്ങൾ 12. മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥമാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡ്. അതുപോലെ മലയാളം ലിപി അച്ചടിക്കാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയ്. ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച വാക്ക് തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങ്. ഹോർത്തൂസ് മലബാറിക്കസിൽ ആകെ 12 വാല്യങ്ങളുണ്ടായിരുന്നു. അതുപോലെ മലയാള ലിപി അച്ചടിച്ച ആദ്യ ഗ്രന്ഥം കൂടിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് തയ്യാറാക്കാൻ നേതൃത്വം നൽകിയത് അഡ്മിറൽ വാൻ റീഡാണ്. മലയാള ലിപി അച്ചടിക്കാൻ വാൻ റീഡിനെ സഹായിച്ചത് ഇമാനുവൽ റോയാണ്. ആദ്യമായി മലയാളത്തിൽ അച്ചടിച്ച വാക്ക് തെങ്ങ്. അതുപോലെ ഹോർത്തൂസ് മലബാറിക്കസിൽ ആദ്യം പ്രതിപാദിക്കുന്ന സസ്യം തെങ്ങാണ്. ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആല്. ആദ്യം തെങ്ങ്, അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആല്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം നെതർലാൻഡിലെ ആംസ്റ്റർഡാം. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. മലയാളത്തിലേക്ക് വിവർത്തനത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൽ അവസാനം പ്രതിപാദിക്കുന്ന സസ്യം ആല്. ഹോർത്തൂസ് മലബാറിക്കസ് പ്രസിദ്ധീകരിച്ച സ്ഥലം നെതർലാൻഡിലെ ആംസ്റ്റർഡാം. ഔഷധ സസ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന കൃതിയാണ് ഹോർത്തൂസ് മലബാറിക്കസ്. ഹോർത്തൂസ് മലബാറിക്കസ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തത് ഡോക്ടർ KS മണിലാൽ. KS മണിലാലിന് പത്മശ്രീ ലഭിച്ച വർഷം 2020. മലയാളത്തിലേക്കുള്ള വിവർത്തനത്തിന് നേതൃത്വം നൽകിയ സർവകലാശാല കേരള യൂണിവേഴ്സിറ്റി. അടുത്തത് ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസിയാണ് ജോൺ മാത്യൂസ്. അതുപോലെ ചിത്രങ്ങൾ വരച്ചതും ജോൺ മാത്യൂസ് ആണ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച മലയാളി ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലമാണ് കടക്കരപ്പള്ളി, ആലപ്പുഴ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കല്ലാട്ടുപറമ്പ്, കടക്കരപ്പള്ളി, ചേർത്തല. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, വിനായകഭട്ട്. അപ്പോൾ ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയിൽ സഹായിച്ച പരിഭാഷകൻ ഇമാനുവൽ കർനെയ്റോ. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി ബന്ധപ്പെട്ട കാർമലൈറ്റ് സന്യാസി എന്ന് പറയുന്നത് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിലെ ചിത്രങ്ങൾ വരച്ചത് ജോൺ മാത്യൂസ്. ഹോർത്തൂസ് മലബാറിക്കസിൻ്റെ രചനയുമായി സഹകരിച്ച മലയാളി ഈഴവ വൈദ്യൻ ഇട്ടി അച്യുതൻ ജനിച്ചതായി കരുതപ്പെടുന്ന സ്ഥലം കടക്കരപ്പള്ളി, ആലപ്പുഴ. ഇട്ടി അച്യുതൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് കല്ലാട്ടുപറമ്പ്, കടക്കരപ്പള്ളി, ചേർത്തല. ഹോർത്തൂസ് മലബാറിക്കസിലെ രചനയുമായി സഹകരിച്ച ബ്രാഹ്മണർ അപ്പുഭട്ട്, രംഗഭട്ട്, അതുപോലെ വിനായകഭട്ട്. ഇത്രയുമാണ് ഡച്ചുകാരുടെ സംഭാവനകളെക്കുറിച്ച് നമുക്ക് നോക്കാനുള്ളത്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിൽ ഡച്ചുകാരെ കുറിച്ചിട്ടാണ് നോക്കിയത്. നാളെ മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.